എം സോന അലക്സ്. ഞാൻ വരുന്നത് ഇടുക്കി കോട്ടയം ബോർഡർ ആയിട്ടുള്ള മുണ്ടക്കയത്ത് നിന്നാണ്. ഞാൻ എന്ത് കാര്യം ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് ശത്രുക്കളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. സോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ചെന്നാൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു മോളുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഹെവി ബസ് ഡ്രൈവർ ആണ്. എന്ത് സാധനം? ബസ് ഡ്രൈവറാ? ടൂറിസ്റ്റ് ബസ് ആണ് മെയിൻ. അടിപൊളി, നൈസ്. അടുത്ത ആള്. നമസ്കാരം, എന്റെ പേര് ജെറ്റി പി തോമസ്. എനിക്ക് 29 വയസ്സാണ്. ജെറ്റി പി തോമസ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിന്തിക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പറയരുത്. എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേരാണ്. എന്തുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല കളിയാക്കലുകളും കൂടുതലൊക്കെ ഞാൻ സഹിച്ചാണ് ഈ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നത്. ഒരു നേഴ്സിന് ഒന്നും ആവാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ നിന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വളരെ കുറച്ച് പേര് പേരിന്റെ പേരിൽ കളിയാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പോലത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോ അത് കൂടാനുള്ള സാധ്യതയല്ലേ? കൂടിക്കോട്ടെ, ഞാനത് സഹിക്കും. നമുക്കിട്ട പേരാണത്. അതെ അതെ, അത് ഞാൻ പേരിലല്ലോ കാര്യം, അല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തിത്വത്തിലാണ് കാര്യം. അതന്നെയാണ് ഞാനിവിടെ വരാൻ കാരണം. നെക്സ്റ്റ് പേഴ്സൺ. ഹായ്, എന്റെ പേര് എന്ന് പറയുന്നത് അളകനന്ദ. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ഡിസേർവിങ് പറയുകയാണെങ്കിൽ എനിക്ക് ഗട്ട്സ് ഉണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ മറുപടി പറയാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്കുണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡിൽ ലാലേട്ടം പിടിച്ച് പൊക്കുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. പൂജ, അത് നിനക്കല്ല, അത് എനിക്കാണെന്ന് 100% ഞാൻ പറയുന്നു. ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം അതിനു വേണ്ടി ഒരു കൈയടി. ഓൾറെഡി കോമ്പറ്റീറ്റേഴ്സിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എനിക്കല്ല എന്ന് പറഞ്ഞാൽ പൂജ രണ്ടരപ്പാണെന്ന് ഉറപ്പിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്റെ വീട് കോഴിക്കോട് കുറ്റിക്കാട്ടൂരാണ്. അപ്പൊ എന്റെ നാട്ടുകാരോട് ഞാനിവിടെ എത്തി ഞാൻ പറയുന്നില്ല കോഴിക്കോട് ഭാഷയില്. കോഴിക്കോട് ഭാഷ എടാ നാറികളെ, നിങ്ങൾ ഇന്നെ കൊറേ പുച്ഛിച്ച് തരണം. എന്താണോ നിക്കുന്ന ബിഗ് ബോസ് അഗ്നി പരീക്ഷയില് ഞാൻ എന്റെ നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ തൊള്ളലേക്ക് വർത്താനം പറയുന്നോണ്ട് ഏതാണ് ഈ പെണ്ണെന്ന് കുറെ ആൾക്കാരിനെ പുച്ഛിച്ച് തള്ളിണ്ട്. ഓരോടൊക്കെ ഞാൻ പകരം ചോദിക്കും. ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അല്ല ഈ ബിഗ് ബോസ് അഗ്നി പരീക്ഷയെന്ന് ഞാൻ ഏതായിക്കോട്ടെ, ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് 6 ആൾക്കാരിൽ ഒരാള് ഞാനായിരിക്കും. എനിക്ക് തകർക്കരുത്. ഇല്ല, അത് ഞാൻ തന്നെ. ഇതിപ്പോ നാട്ടുകാരുടെ വോട്ടും പോയി, ഇനിയിപ്പോ ബാക്കിയൊക്കെ എനിക്കുണ്ട്. നാട്ടുകാർക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്, ഗട്ട്സ് ആണ്. ഒരു വിന്നർ ഗട്ട്സ് ആണ്. അതോ എല്ലാം പറഞ്ഞോ. നമസ്കാരം, എൻ്റെ പേര് ഷാമോൻ ഷാജഹാൻ എന്നാണ്. സ്ഥലം ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സ്വദേശിയാണ്. അമ്മായിയമ്മ, ഭാര്യ, 2 പെൺമക്കൾ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ മറന്നുകൊണ്ട് റോഡിലൂടെ ചീറിപ്പായുന്ന ഒരു ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ച് ഞാൻ ഇന്നിവിടെ ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഇതിനെ ഒരു വാചകത്തിൽ പറഞ്ഞാൽ ബിഗ് ബോസിലെ ഹീറോ ആകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് റിയൽ ലൈഫിലെ ഒരു ഹീറോ ആയി മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. താങ്ക് യു. തഷി, ഒരു കണ്ടസ്റ്റന്റിനെ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയുകയാണെങ്കിൽ ഫ്രം ദാറ്റ് ഗ്രൂപ്പ് ഇത്രയും പേരുടെ ഇൻട്രോ കേട്ടിട്ട് തഷിന് ആരെ ഇവിടുന്ന് പുറത്താക്കണമെന്നായിരിക്കും ഉണ്ടാവുക മനസ്സിൽ? The one in pink. Why? കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരി ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഷീ ഈസ് നോട്ട് റിയൽ അല്ല എന്ന് എനിക്ക് തോന്നി. ഷീ ഈസ് ട്രൈങ് ടു ഫേക്ക് ഇറ്റ് ഔട്ട്. ഫേക്ക് എന്ന ആക്യൂസേഷൻ വന്നു കഴിഞ്ഞു മോളെ. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ക്യാരക്ടർ നോട്ട് ചെയ്തുകൊണ്ട് ആളെന്നെ ഫേക്ക് എന്ന് വിളിച്ചത്. അപ്പൊ ഞാനത് ഹാപ്പി ആയിട്ട് ആ നെയിം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലാക്കണം, 2 ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ, അഗ്നിപരീക്ഷ ആയിട്ടേ ഉള്ളൂ, വീട്ടിൽ എത്തിയിട്ട് പോലും ഇല്ല. അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മറ്റാൾക്കാർക്ക് പേരിട്ട് തുടങ്ങി.